يوافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ ഖാലിഖായ റാസിഖായ റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, ഞങ്ങൾ എത്ര വലിയ പാപികളും ദോഷികളും തെറ്റുകാരും ഒരുപാട് ഹറാമുകളും വൃത്തികേടുകളും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയവരാണെങ്കിലും അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ മഹാരഥന്മാരായ സ്വഹാബത്തിന്റെ മഹാനായ മാസിൻ ഇബ്നു ഗളൂബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിൽ വന്ന് ശുദ്ധമായ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി അല്ലാഹുവേ മദ്ഹുകൾ ചൊല്ലി യാ അല്ലാഹ് നിന്നിലേക്ക് ഞങ്ങൾ ഉയർത്തിയ കരങ്ങളാണ്. സ്വീകരിക്കണേ റഹ്മാനേ, ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങൾ എത്ര തെറ്റുകാരാണെങ്കിലും ഒന്നിനും കൊള്ളാത്തവരാണെങ്കിലും ഇവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെയും ഞങ്ങളെ കൂടെ ആമീൻ പറയുന്ന മദനിയും കുടുംബങ്ങളുടെയും ദുആഇനെ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ പൊരുത്തപ്പെടണേ റഹ്മാനേ. ദീർഘായുസ് തരണേ അല്ലാഹ്, ആഫിയത്ത് തരണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ റബ്ബേ. എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. എല്ലാ ബലാ മുസീബത്തുകളും തട്ടി ദൂരത്താക്കണേ അല്ലാഹ്. സാഹിരീങ്ങളുടെ സിഹർ, ആയിനീങ്ങളുടെ ആയിന്, മുഫ്തിനീങ്ങളുടെ ഫിത്ന, ളാലിമീങ്ങളുടെ ദുൽമ്, സർവ്വ ബലാ മുസീബത്തുകളും തട്ടി ദൂരത്താക്കണേ അല്ലാഹ്. എല്ലാ ഹറാമുകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും മാറി നിൽക്കാനുള്ള നല്ല ഖൽബ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മദനിയ കുടുംബങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അഹ്ലു ബൈത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ, എന്ത് വിഷയം പറഞ്ഞാലും എല്ലാത്തിലും എടുത്തു തന്ന് സഹായിച്ചവരാണ് മദനിയ കുടുംബം. ഒരാളെയും നീ ഖായിബാക്കല്ലേ റഹ്മാനെ. അവരുടെ വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഈ മഹാനായ സ്വഹാബിയുടെ എല്ലാ മദതും സഹായവും അവർക്ക് നീ നൽകണേ റഹ്മാനെ. ശാരീരികമായ, മാനസികമായ, കുടുംബപരമായ, സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പരിഹരിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഭൗതികമായ ലോകത്ത് ജീവിക്കുന്ന കാലമത്രയും ഞങ്ങൾക്ക് നല്ല ഇസ്സത്തോടെ നല്ല അന്തസ്സോടെ ആരെ കൊണ്ടും പറയിപ്പിക്കാതെ, ഒരു ബലായിലോ മുസീബത്തിലോ പെടാതെ, ഒരു ഫളിയത്തിലോ ഒരു ഐബിലോ പെടാതെ, ഞങ്ങൾ കാരണം ഞങ്ങളെ മക്കളോ ഞങ്ങളെ മക്കൾ കാരണം ഞങ്ങളോ വേറൊരാളെ മുന്നിലും ഐബാവാതെ നല്ല ഇസ്സത്തോടെ ജീവിക്കാനും അവസാനം മരണം ഖൈറാകുന്ന സമയത്ത് മദീനയിൽ വെച്ച് മരിക്കാനും അല്ലാഹുവേ മാസിൻ ഇബ്നു ഗളൂബ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ഹദ്റത്തിൽ വെച്ച് ഞങ്ങളുടെയും ഞങ്ങളെ കൂടെ ആമീൻ പറയുന്ന എല്ലാ എല്ലാ മുത്തുമൂമിനീങ്ങളുടെയും മുത്തുമൂമിനാത്തുകളുടെയും സർവ്വ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. ക്യാൻസർ, ട്യൂമർ, ന്യൂമോണിയ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, വെരിക്കോസ്, യൂറിക് ആസിഡ്, സോറിയാസിസ്, മൈഗ്രെയിൻ, തൈറോയിഡ്, ശരീരവേദന, ഊരവേദന, നാവുവേദന, ചെവിവേദന, മൂക്ക് വേദന, അല്ലാഹുവേ, ശരീര സംബന്ധമായ എന്ത് രോഗങ്ങളുണ്ടോ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഡയാലിസുകൾ ചെയ്യുന്നത് യാ അല്ലാഹ്, എല്ലാ രോഗങ്ങളിൽ നിന്നും കാമിലായ ആജിലായ ശിഫാ ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. മരിക്കുന്നത് വരെ ഞങ്ങളെ നീ എല്ലാ രോഗങ്ങളിൽ നിന്നും കാക്കണേ റഹ്മാനെ. മനസ്സമാധാനമുള്ള ജീവിതം തരണേ അല്ലാഹ്. അല്ലാഹുവേ, രോഗമില്ലാത്ത സുഖമുള്ള ജീവിതം തരണേ അല്ലാഹ്. എത്രയോ രോഗികളുണ്ട്, മദനിയം കുടുംബങ്ങളിൽ പെട്ടവരുണ്ട്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. മാസിൻ ഇബ്നു ഗളൂബ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. മരണം വരെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ റഹ്മാനെ. ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ റഹ്മാനെ. ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ റഹ്മാനെ. ഒരുപാട് ദീനിന്റെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം അല്ലാഹുവേ. പള്ളികൾ ഉണ്ടാക്കണം, അതിനെ സഹായിക്കണം. മദ്രസകൾ ഉണ്ടാക്കണം, അതിനെ സഹായിക്കണം. അഹ്ലു ബൈത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കണം യാ അല്ലാഹ്. ഒരുപാട് നന്മകൾ ചെയ്യണം, ഒരുപാട് മുതഅല്ലിമീങ്ങളെ വളർത്തിയെടുക്കണം. ജീവിതം മുഴുവനും ദീനിന്റെ ഖിദ്മത്തിലായി എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്യണം യാ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകൾക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അതിന് തടസ്സമാകുന്ന ഒരു കിടത്തമോ ഒരു രോഗമോ ഞങ്ങൾക്ക് ഒരാൾക്കും നീ നൽകല്ലേ അല്ലാഹ്.
നീ നൽകല്ലേ റഹ്മാനെ, നീ നൽകല്ലേ റഹ്മാനെ, നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് ഉൾപ്പെടെ ഞങ്ങളെല്ലാ ആലിമീങ്ങളും ഉസ്താദുമാർക്കൊക്കെ വയസ്സായി പോയി. യാ അല്ലാഹ്, ഞങ്ങൾ അനാഥരാക്കല്ലേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യമാര്, മക്കള്, സന്താനങ്ങള്, കൂട്ടുകുടുംബങ്ങൾ, ദുആ കൊണ്ട് ഞങ്ങൾ കടപ്പെട്ടവർ, ഭാര്യമാരുടെ മാതാപിതാക്കൾ, അവരുടെ കുടുംബങ്ങൾ, എല്ലാവർക്കും എല്ലാ ഖൈറാത്തുകളും എല്ലാ ബറക്കാത്തുകളും നീ നൽകണേ റഹ്മാനെ. ഹാമിദ് അൻവർ അഹ്ദൽ തങ്ങൾ, അല്ലാഹുവേ, പ്രിയപ്പെട്ട സുഹൃത്ത് ജബ്ബാർ ഹസനി ഉസ്താദ്, ഏലംകുളം റഷീദ് ഉസ്താദ് തുടങ്ങിയ എല്ലാ ഞങ്ങൾ ഉസ്താദുമാർക്കും എല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നീ നൽകണേ റഹ്മാനെ. നീ കാവലാകണേ അല്ലാഹ്. എല്ലാ ബലാ മുസീബത്തുകളും നീ തട്ടി ദൂരത്താക്കണേ റഹ്മാനെ. ഈ മഹത്തായ ഹദ്റത്തിൽ വെച്ച് ഞങ്ങൾ ചോദിച്ചതൊന്നും നീ തട്ടിക്കളയരുതേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ റഹ്മാനെ, നല്ല അതവുള്ള മക്കളാക്കണേ അല്ലാഹ്. ഒരു കണ്ണേറിലും പെടുത്തല്ലേ റഹ്മാനെ, ഒരു അപകടത്തിലോ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ലോകോത്തര പ്രതിഭകളാക്കണേ അല്ലാഹ്. ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങൾ ICF-ന്റെ KCF-ന്റെ ഞങ്ങളുടെ RSC-യുടെ ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ഉസ്താദുമാർക്കും ഖാദിമീങ്ങൾക്കും പ്രവർത്തകർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നീ നൽകണേ റഹ്മാനെ. ഏറ്റവും റഹ്മാനെ, ഈ മഹത്തായ ഹദ്റത്തിൽ വെച്ച് ഞങ്ങൾ ചോദിച്ചതൊന്നും നീ തട്ടിക്കളയരുതേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ റഹ്മാനെ. നല്ലത് മരണം ഖൈറാകുന്ന സമയം ഖൽബ് ലംഘി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരായ നിലയിൽ ഈമാനോടുകൂടെ നിന്നിലേക്ക് വരുന്ന നല്ല മുത്തഖീങ്ങളിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ പാവങ്ങളായ ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, കൂട്ടുകുടുംബങ്ങൾ എല്ലാവർക്കും അല്ലാഹുവേ നീ സ്വർഗം നൽകണേ റഹ്മാനെ. ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. എല്ലാ പാവങ്ങളും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തും മാതാപിതാക്കളോടൊപ്പം ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനെ. ഏറ്റവും പ്രധാനമായി ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ആരുടെയും ലിസ്റ്റുകളോ പേരുകളോ ഒന്നും വായിക്കുന്നില്ല, സമയം അതിനനുകൂലമല്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ വർഷങ്ങളായി കല്യാണപ്രായമായി നല്ലൊരു വിവാഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആളുകൾ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വിവാഹപ്രായമായവർ, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, ജയിലുകളിൽ കുടുങ്ങിയവർ, അല്ലാഹുവേ, ഒരുപാട് നീറുന്ന നിരവധി പ്രശ്നങ്ങൾ, എല്ലാ കടങ്ങൾ, ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ കടങ്ങൾ ഉള്ളവരുണ്ട്. ഇന്നലെ മുഹമ്മദ് ഹാജിബ് പറഞ്ഞു അതേലെ കോടിക്കണക്കിന് രൂപ കിട്ടാനുണ്ട് എന്ന്. അങ്ങനെ ഒരുപാട് സംഖ്യകൾ കിട്ടാനുള്ളവർ, യാ അല്ലാഹ്, ഞങ്ങളെ ബറക്കയിലെ ലൂലുവിൽ ഇമാമായി ജോലി ചെയ്യുന്ന ഉസ്താദിന്റെ മകൾക്ക് പെട്ടെന്ന് വലിയൊരു രോഗം, ആ രോഗത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ഇഖ്ബാലിനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. അല്ലാഹുവേ, ഞങ്ങളെ മദനി, ഞങ്ങളെ മിസ്ബാഹി ഉസ്താദിനോടും ഞങ്ങളുടെ കലന്തൂർ ഉസ്താദിനോടും ഒക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ എല്ലാം ഈ ഹദ്റത്തിൽ വെച്ച്, മഹാന്മാരുടെ ഹദ്റത്തിൽ വെച്ച് ഞങ്ങൾ നിന്നിലേക്ക് സമർപ്പിക്കുന്നു. അല്ലാഹ്, ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാഹ്, ഖായിബാക്കല്ലേ അല്ലാഹ്, മടക്കല്ലേ അല്ലാഹ്. അവരുടെ എല്ലാ ദുനിയവിയും ഉഖ്റവിയും ശാരീരികവും മാനസികവുമായ എല്ലാ മുറാദുകളും നീ ഹസ്സലാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലു